ഡേ 23 ആരംഭം ദുർഗുണ പരിഹാര പാഠശാല എന്ന മോർണിംഗ് ആക്ടിവിറ്റിയിലൂടെയായിരുന്നു. ജിൻറ്റോ, ഗബ്രി, ജാസ്മിൻ എന്നിവരുടെ പോയിന്റ്സ് എനിക്ക് ഓക്കെ തോന്നി. ജാൻമണി അവിടെ അൺയൂഷ്വൽ ആയിട്ടുള്ള കുറേ സീൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചതുപോലെ തോന്നി. ഈ അടുത്തായിട്ട് ഒരുപക്ഷെ ക്യാപ്റ്റൻ ആയതിനു ശേഷം ജാൻമണി വളരെ വളരെ ഇറിറ്റേറ്റിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതും കഴിഞ്ഞ് പവർ ടീം ആസ് യൂഷ്വൽ ഡിസ്കഷൻ, അന്നത്തെ ജാൻമണിയുടെ ചായ പ്രശ്നം, അത് വീണ്ടും ഇവിടെ സംസാരമായതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ജിൻറ്റോ ആക്ടിവിറ്റി സമയത്ത് അതിനെ റേസ് ചെയ്തുകൊണ്ട് വരികയും രശ്മിനും അർജുനും പറയുകയും ചെയ്തു. ജിൻറ്റോയും ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പവർ ടീം എടുക്കുന്ന പല തീരുമാനങ്ങളും ജിൻറ്റോ ഓർത്തുപോയി വേറൊരു രീതിയിൽ അവതരിപ്പിക്കുകയും അതിനോടുള്ള പണിഷ്മെൻ്റായി ഫ്ലോർ ക്ലീനിങ് നൽകുകയും ചെയ്യുന്നു. എല്ലാ സ്ഥലത്തും ഇപ്പോൾ ജാൻമണി കയറി ഹീറോ ആവാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു സുഖകരമായ ഏർപ്പാടല്ല. ഇതൊക്കെ നടക്കുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, നിന്റെ ഏരിയയിലെ ഗുണ്ടാപ്രവർത്തനം നീ ഇവിടെ കാണിക്കണ്ടെന്ന്. അത് രശ്മിന് ട്രിഗർ ആവുകയും ക്ലീനിങ് ചെയ്യാൻ കൊടുത്ത പണിഷ്മെൻറ്റിനോടൊപ്പം രശ്മിൻ പോയി കിച്ചണിൽ നിന്ന് ഫുഡ് വേസ്റ്റ് ഒക്കെ എടുത്ത് കൊണ്ട് ഫ്ലോറിൽ ഇടുകയും ചെയ്യുന്നുണ്ട്. ഫുഡ് വേസ്റ്റ് ഇടാനുള്ള ഐഡിയ കൊടുത്തത് പക്ഷേ പിന്നിൽ നിന്നും അർജുനാണ്. ഐഡിയ കൊടുത്ത അർജുൻ അവിടെ ഹൈഡായി നിൽക്കുകയും ലൈം ലൈറ്റിൽ രശ്മിൻ വരികയും ചെയ്തു. കാരണം ഫുഡ് വേസ്റ്റ് അവിടെ കൊണ്ടിടുന്നത് തെറ്റായ ഒരു കാര്യമാണ്. എന്നിട്ട് അർജുൻ പറയുന്നുണ്ടായിരുന്നു പവർ ടീമാണ്, അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാമെന്ന്. പക്ഷെ ഐഡിയ വന്നതും അർജുൻ വഴിയാണ്. അതിനുശേഷം ജിൻഡോ ക്ലീൻ ചെയ്യാൻ റെഡിയാകുമ്പോൾ നോറ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ കയറി ജാൻമണി ഇടപെടുന്നുണ്ട്. ജാൻമണി അപ്പോൾ അവിടെ പറയുന്നുണ്ട് ഈ 3rd ക്ലാസ് ഡ്രാമ ഇവിടെ എടുക്കരുതെന്ന്. പക്ഷെ 3rd ക്ലാസ് എന്ന് മാത്രമേ എല്ലാവരും കേട്ടുള്ളൂ. അപ്പം നൂറ് അതിൽ കയറി ട്രിഗറായി. അപ്പോൾ മൊത്തത്തിൽ ബിഗ് ബോസിന് ഇടപെടേണ്ടി വന്നു അവിടെ. ഇത്തരം ലോ ലെവലിലേക്ക് നിങ്ങളാരും സഞ്ചരിക്കരുതേ എന്ന് പറയാൻ. എല്ലാവരും സോഫ എടുത്തുമ്പോൾ രശ്മിൻ പറയുമ്പോൾ എനിക്കൊരു കംപ്ലൈൻ്റ് ഉണ്ട്. കാരണം ജിൻഡോ എൻ്റെ നാടിനെ കുറിച്ച് തെറ്റായ രീതിയിൽ ഇവിടെ പരാമർശിക്കുന്നു. അപ്പോൾ തന്നെ ജിൻഡോ തിരിച്ചു പറയുന്നു, ബിഗ് ബോസ് വീടിനെ ഫുഡ് വേസ്റ്റ് ഇട്ട് വൃത്തികേടാക്കിയ രശ്മിനെതിരെയും എനിക്ക് കംപ്ലൈൻറ്റ് തരാനുണ്ട്. ഈ അടുത്തായിട്ട് ജാൻമണി വളരെ വളരെ ചീപ്പ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്. എവരാണോ സത്യത്തിൽ സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് ഇത്രയും ചീപ്പായിട്ട് സംസാരിക്കുന്ന ആൾ? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അതോടൊപ്പം തന്നെ പലപ്പോഴായിട്ട് നൂറ ഒരു ക്രൈ ബേബിയായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയം. ജിൻഡോ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അർജുൻ അത് പോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അർജുൻ പോക്കാൻ തുടങ്ങുമ്പോൾ തന്നെ രശ്മിനും കൂടി ജോയിൻ ആവുന്നുണ്ട്. അവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് അത് പോകുന്നുണ്ട്, കൂടെ ഗബ്രിയും ചേരുമ്പോൾ. അപ്പോൾ തന്നെ ബിഗ് ബോസ് ജിൻഡോ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇതിന് മുന്നിൽ ഒരു സംഭവം നിങ്ങളുടെ മുന്നിൽ നടന്നു, അത് മറന്നുപോയോ? ബുദ്ധി കൊണ്ട് കളിക്കൂ, ബലം കൊണ്ടല്ല കളിക്കേണ്ടത്. അവിടെ നിന്ന് ഇറങ്ങി വന്ന് അടുക്കളയിൽ നിൽക്കുമ്പോഴത്തേക്കും അർജുൻ ചോദിച്ചു എന്താ എന്ന് ചോദിച്ചപ്പോൾ അയാളൊരു വാക്ക് പറയുന്നുണ്ട്, അത് മ്യൂട്ടഡ് ആണ്. അപ്പോൾ പറയുന്നുണ്ട് വളരെ മര്യാദയ്ക്ക് സംസാരിക്കാമെന്ന് ശ്രീലേഖ പറയുന്നുണ്ട്. ടാസ്ക് അലക്ക് കമ്പനി. അലക്ക് കമ്പനി ടാസ്ക് രസകരമായതെന്ന് ചോദിച്ചാൽ മറ്റ് ബിഗ് ബോസ് സീസണെ വെച്ച് നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വിന്നിങ് ടീമിൽ നിന്നായിരിക്കും ക്യാപ്റ്റൻ ഉണ്ടാവുക. ആ ക്യാപ്റ്റൻ ആയിരിക്കും അടുത്ത പവർ ടീമിനെ ഡിസൈഡ് ചെയ്യുക. ടാസ്ക് തുടങ്ങി. ഫസ്റ്റ് ടണൽ ടീം, ക്വാളിറ്റി ഇൻസ്പെക്ടർ, പവർ ടീമെന്ന് ജിൻഡോ. അപ്പോൾ തന്നെ അവിടെ ജാസ്മിൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നേരത്തെ പറയാമെങ്കിൽ ഞങ്ങൾ ഈ മെനക്കെടില്ലായിരുന്നല്ലോ. 3 പീസസ് ഫൈൻ ചെയ്യുന്നുണ്ട് ഇൻസ്പെക്ടർ. അടുത്തത് നെക്സ്റ്റ് ടീം, ക്വാളിറ്റി ഇൻസ്പെക്ടർ ഗബ്രി. ഈ സമയം അർജുനും ജിൻഡോയും നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. ഡെൻ ടീം, ക്വാളിറ്റി ഇൻസ്പെക്ടർ ശരണ്യ. ശേഷം പവർ ടീമിൻ്റെ ഊഴം, ക്വാളിറ്റി ഇൻസ്പെക്ടർ ജാൻമണി. അങ്ങനെ അടിയും ബഹളവുമായ ഒരു എപ്പിസോഡിന് കൂടി അവസാനം സംഭവിച്ചിരിക്കുകയാണ്.